ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം ഈ വരുന്ന മേടം 31 മുതൽ ലക്ഷ്മി രാജയോഗം സംഭവിക്കുകയാണ്. 7 രാശിക്കാർക്ക് ലക്ഷ്മി യോഗവും രാജയോഗവും. വ്യാഴൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ വരുമ്പോൾ സംഭവിക്കുന്ന യോഗമാണ് ലക്ഷ്മി രാജയോഗം. ഇതിൻ്റെ ഫലമായാണ് ജാതകർക്ക് ഈ യോഗങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴൻ്റെ സ്ഥാനത്തേക്ക് ശുക്രൻ കൂടി രാശി മാറി വരുന്നതിൻ്റെ ഫലമാണ് ലക്ഷ്മി രാജയോഗം ഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അന്തർദശ, അപഹാരം, മറ്റ് ശനിദോഷങ്ങളൊക്കെ മനസ്സിലാക്കുക. ജാതകത്തിൽ നോക്കി മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ, വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ലക്ഷ്മി എന്ന് പറയുമ്പോൾ തന്നെ ആവാവുന്നതേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്ന്. ധനവും സമ്പൽ സമൃദ്ധിയുമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അതിനായിരിക്കും ഉന്നതി പ്രാപിക്കുന്നത്. ജീവിതത്തിൽ ഉയർച്ച, ഭാഗ്യം, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുക, തൊഴിലുന്നതി, ശമ്പള വർധനവ്, പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുക, പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ തുടങ്ങുവാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും അതോടൊപ്പം രാജയോഗം എന്നതുകൂടിയാകുമ്പോൾ സുഖസമൃദ്ധിയോടെ രാജാവിന് തുല്യം കഴിയുന്നൊരവസ്ഥ, ആ ഒരു രീതിയും കൂടെ വരും. പല കാര്യങ്ങളുടെയും ചുമതലകൾ കൈകാര്യം ചെയ്യുകയും അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളും വന്നു ചേരുന്നതാണ്. കൂടാതെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ എത്തുകയും സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ജീവിതത്തിലെ കർമ്മതടസ്സങ്ങളും മാർഗതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും ജീവിതത്തിൽ ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈവശം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇനി ഇതിൽ പറഞ്ഞ ഈ 7 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്നത് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഉയർച്ചയുടെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. മാനസികമായിട്ട് ഒരു സമാധാനം ഉണ്ടാകും, ആ രീതിയിലോട്ട് എത്തിച്ചേരും. തൊഴിൽപരമായിട്ടൊരു പുരോഗതി ഉണ്ടാവും, സന്താനലബ്ധി വന്നു ചേരും, വാഹനം വാങ്ങിക്കുവാൻ സാധിക്കും. ഈ സമയത്തൊക്കെ ഉണ്ടാവുന്നൊരു കാര്യങ്ങളാണ്. ഗൃഹം വാങ്ങുവാനോ അല്ലെങ്കിൽ നിലവിലെ ഗൃഹം മോടി പിടിപ്പിക്കുവാനോ ഒക്കെ സാധിക്കുന്നൊരു സമയമാണ്. പ്രതീക്ഷിക്കാതെ ധനം കൈവശം വന്നു ചേരും. ലോട്ടറി ഭാഗ്യം ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം വന്നു ചേരും. ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ പിന്തുണ പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ്. പിന്നെ അതുകൂടാതെ ഈ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, മാറ്റിവെക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം വളരെ ഭംഗിയായിട്ട് നടത്തിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും എന്ന് തന്നെ പറയാം. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുമ്പോൾ മകയിരം, അര, തിരുവാതിര, പുണർദം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. പ്രധാനമായിട്ടും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഏത് രീതിയിലുള്ള പ്രശ്നത്തിനും പരിഹാരങ്ങളുണ്ടാവും.
ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. കൂടാതെ വിദേശ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. മാറ്റിവെക്കപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ നിറവേറ്റി എടുക്കുവാൻ സാധിക്കും. ധനസമ്പാദനത്തിന് പുതിയ വഴികളൊക്കെ തുറന്നു കിട്ടും നിങ്ങളുടെ മുന്നിൽ. നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. ഏത് മേഖലയിലായാലും, അതിപ്പോൾ തൊഴിലായിരുന്നാലും ദാമ്പത്യം, കുടുംബം, സന്താനം എന്നിങ്ങനെ എല്ലാ രീതിയിലും വിജയമുണ്ടാകുന്ന ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ഈശ്വരാനുഗ്രഹവും അതോടൊപ്പം ഭാഗ്യവും ഒരുപോലെ വന്നു ചേരുന്നൊരു സമയം. കൂടാതെ ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭൂസ്വത്ത് കൈവശം വന്നു ചേരും, പിതൃസ്വത്ത് കൈവശം വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. അപ്പോൾ ഈ ചിങ്ങം രാശിയിൽ മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. കാര്യവിജയം വളരെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നൊരു സമയം. മനസ്സുഖം വന്നു ചേരും. കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിന് വേണ്ടുന്ന രീതിയിലുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ശത്രുത മാറിക്കിട്ടും. ചെറിയ ബിസിനസ്സിൽ നിന്ന് ചെറുകിട ബിസിനസ്സിൽ നിന്നൊക്കെ വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വിവാഹം പോലെയുള്ള മംഗള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നൊരു സമയമാണ്. ഗൃഹം വാങ്ങിച്ച് മാറി താമസിക്കുവാനുള്ള യോഗം കാണും. ഗൃഹം നിർമ്മിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാം. ധനലാഭം വന്നു ചേരുന്നൊരു സമയമാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. മനസ്സിന് സന്തോഷവും ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ ചിത്തിര അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. ഈ തുലാം രാശിക്കാരുടെ ജീവിതം നല്ല രീതിയിൽ മാറുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു സമയം. ഗൃഹപ്രവേശനം നടത്തുവാൻ സാധിക്കുന്നൊരു സമയം. നിലവിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. മനസ്സിനും ശരീരത്തിനും ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ മാറിക്കിട്ടുന്നൊരു സമയം. ശത്രുത അകന്നു പോകുന്നൊരു സമയം. ഈശ്വര കടാക്ഷം ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ അഭിമാനിക്കുവാൻ സാധിക്കും. സഹോദരങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണും. മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടുന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യും. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത്. സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ്. സ്വന്തമായി ഒരു സ്ഥിര വരുമാനം ഇല്ല എന്ന ഒരു വിഷമം, ആ ഒരു സംഭവം ഈ ഒരു സമയത്ത് മാറിക്കിട്ടുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി പുതിയ തൊഴിൽ പ്രവേശനം സാധ്യമാകും. ധനപുരോഗതി ഉണ്ടാകും. വിദേശ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. മാറ്റിവയ്ക്കപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും. ദൂരദേശത്ത് കഴിയുന്നവർക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഒന്നിലധികം ജോലികളിൽ നിന്ന് വരുമാനം ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള അതിര് തർക്കം, ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ആത്മധൈര്യം കൈവരുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ്. അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത്. ഈ കുംഭം രാശിക്കാർക്ക് ശരിക്കും രാജയോഗം സംഭവിക്കുന്നൊരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. ചുമതലകളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരും. ഭൂമി പരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റ്, ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് എന്നിവ വഴി ധനപുരോഗതി ഉണ്ടാകും. വസ്ത്ര വ്യാപാരത്തിൽ നിൽക്കുന്നവർക്ക്, ആ രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ ഒരു കാലമായിരിക്കും. ഒന്നിൽ കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ, ഒരേ മേഖലയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും.
വിവാഹം, സന്താനഭാഗ്യം എന്നിവ വന്നു ചേരും. തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും. വളരെ ഭാഗ്യം ഉണ്ടാവുന്നൊരു സമയമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ധനവ്യയം നിയന്ത്രിക്കുവാനും സാധിക്കും. തുടർന്ന് വരുന്നത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. പ്രധാനമായും ആരംഭിച്ച പ്രവർത്തനങ്ങൾ തീർത്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. വീടുമായി അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടും. അതിൻ്റെ വീടിൻ്റെ പണിയായിരുന്നാലും വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളായിരുന്നാലും അതെല്ലാം മാറിക്കിട്ടുന്നൊരു സമയം. ഗൃഹപ്രവേശനം നടത്തുവാൻ സാധിക്കുന്നൊരു സമയം. സാമ്പത്തിക പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടെങ്കിലും ഇതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തും. നിലവിലെ തൊഴിലിൽ നിന്ന് ശരിയായിട്ടുള്ള വരുമാനം വന്നു ചേരും. ലോട്ടറി പോലുള്ള ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരും. മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. കടബാധ്യത തീർത്തെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും മേടം 31-ന് വ്യാഴൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഒരേ രാശിയിലെ സഞ്ചാര നിമിത്തം 7 രാശിക്കാർക്ക് വന്നു ചേരുന്ന ലക്ഷ്മി രാജയോഗ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.